സുന്ദരി കണ്ണാലൊരു സീരി നന്നന നന്നാന. ഹലോ, റെഡി ആയോടാ? ആ, നീയാ വാടി. ഞാൻ റെഡി ആവുന്നുള്ളൂ. നല്ല ഡ്രസ്സാണല്ലോടാ. ചെക്കൻ്റെ വീട്ടിൽ നിർത്തുന്നാ? പിന്നെ പുള്ളി ഭയങ്കര പിശുക്കനാടി. ഞാൻ ചോദിച്ചു എൻഗേജ്മെന്റിന്റെ ഡ്രസ്സ് അവിടെ നിന്നാണ് എടുത്തോണ്ട് തന്നെയെന്ന്. അപ്പം എന്നോട് വേണം അതൊക്കെ നിങ്ങളുടെ കടമയാണ്, നിങ്ങൾ തന്നെ എടുക്കണമെന്ന്. പിന്നെ ഒന്നും ഞാൻ ചോദിക്കാൻ തന്നില്ല. ഓ, ഇപ്പോഴേ പിശുക്കാണെങ്കിൽ നീ അയാളുടെ ഒപ്പം എങ്ങനെ ജീവിക്കൂടി? ഓ, എന്തു പറയാനാണ്, നിനക്കറിയാലോ എൻ്റെ അച്ഛനും നല്ല പിശുക്കനായിരുന്നു. അച്ഛൻ്റെ ഒപ്പം ഇത്ര ആളും പിടിച്ചു നിന്നല്ലേ ഞാൻ. പിന്നെ ബാക്കിയുള്ള കാലം പുള്ളിയുടെ ഒപ്പം എനിക്കൊരു കുഴപ്പമുണ്ടാവില്ല. പിന്നെ എൻ്റെ അമ്മച്ചി പറഞ്ഞു കേട്ടിട്ടുണ്ട് അച്ഛനെ ഇതിനേക്കാളും പിശുക്കനായിരുന്നു എന്ന്. പിന്നെ അമ്മച്ചിയാണ് അതുപോലെ മാറ്റിയെടുത്തതെന്ന്. അപ്പോൾ ചേട്ടനെ മാറ്റിയെടുക്കാൻ എനിക്കും പറ്റും, അതിലാണ് എൻ്റെ പ്രതീക്ഷ. പണ്ട് നീ സ്കൂളിൽ പഠിക്കുമ്പോൾ പറയുമായിരുന്നു എൻ്റെ അച്ഛനെ പോലെ പിശുക്കനെ ഞാൻ കല്യാണം കഴിക്കൂല എന്ന്. ഓർമ്മയുണ്ട് അതൊക്കെ? എടി, കാലങ്ങൾ കഴിയുമ്പോഴല്ലേ മനസ്സിലാവണത് ഈ പിശുക്ക് ജീവിക്കുന്നവരത്തെ കാശുണ്ടാവുള്ളൂ. ലാവിഷായിട്ട് ജീവിക്കുന്നവരല്ലേ അന്നേരം ലാവിഷായിട്ട് ജീവിക്കും, പക്ഷെ കയ്യിൽ 5 പൈസ ഉണ്ടാവൂല. ആ, അത് നീ പറഞ്ഞാലും കാര്യമുണ്ട്. പിന്നെ എൻ്റെ അച്ഛൻ ചേട്ടനോട് 2 വാക്കേ സംസാരിച്ചുള്ളൂ. അപ്പേക്കും അച്ഛൻ അങ്ങോട്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ കല്യാണം ഫിക്സ് ചെയ്തു. അതേത് വാക്ക്? അത് ഇതാണ് മോള്. മോനെ ചായ കുടി. അയ്യോ അച്ഛാ, ഞാൻ ചായ കുടിക്കാറില്ല. പാലിനൊക്കെ എന്നാ വിലയാ. കട്ടൻ കാപ്പിയാണ് കുടിക്കാറ്, അതും വീട്ടിലെ കാപ്പിക്കുരു പൊടിച്ച കട്ടൻ കാപ്പി. എനിക്ക് ഇഷ്ടപ്പെട്ട് ഈ കല്യാണം ഫിക്സ്. എന്റെ പോലത്തെ വൈബുള്ള ഒരു മരുമോനായിരുന്നു എനിക്ക് ആവശ്യം. മോളെ, യു ആർ വെരി ലക്കി. അങ്ങനെ ഈ കല്യാണം അങ്ങോട്ട് ഉറപ്പിച്ച്. അന്ന് വന്നപ്പോൾ തന്നെ എൻഗേജ്മെന്റ് നടത്താൻ ചേട്ടൻ പറഞ്ഞതാ. അപ്പോൾ പൈസ ചിലവില്ലല്ലോ അധികം, ചെറിയ രീതിയിൽ ആൾക്കാരെയൊക്കെ വിളിച്ച് നടത്താമെന്ന് പറഞ്ഞു. അപ്പോഴാണെങ്കിൽ ചേട്ടൻ്റെ അമ്മൂമ്മ മരിച്ച്, പിന്നെ നടത്താൻ പറ്റൂല. അങ്ങനെ ചേട്ടൻ തിരിച്ചു പോയി. നീ ഇപ്രാവശ്യം ചേട്ടൻ വന്നില്ല. പിന്നെ ചേട്ടൻ ഒറ്റ മോനായതുകൊണ്ട് അവിടെ നിന്ന് ചേച്ചിമാരാ കസിൻസ് ആരെങ്കിലും വന്നിട്ട് അവർ ചെറിയൊരു മോതിരോ വളയോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് എൻഗേജ്മെൻറ്റ് ഇന്ന് അങ്ങോട്ട് നടത്തും. അതെന്താടി മോളെ ചെക്കൻ വരാത്തത്? എടി, ഇപ്പം ടിക്കറ്റിന് ഭയങ്കര കാശാടി. ഇപ്പം വന്ന് അതിന് പിന്നെ കല്യാണത്തിനും വന്ന് ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ എടുത്ത് എത്ര കാശ് അങ്ങോട്ട് പോവും. അതുകൊണ്ട് ചേട്ടൻ പറഞ്ഞേ ഈ പ്രാവശ്യം വരണ്ട, അടുത്ത പ്രാവശ്യം കല്യാണത്തിന് വന്നിട്ട് പിന്നെ എന്തായാലും തിരിച്ചു പോകുമ്പോഴും ടിക്കറ്റ് എടുക്കണമല്ല, അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ കല്യാണത്തിന് വരണ്ട, താലിമാല ഇങ്ങോട്ട് കൊറിയറായിട്ട് അയച്ചു തന്നാൽ മതി എന്ന് പറയാം. അപ്പം അത്രയും കാശ് ലാഭിക്കല്ല. ഷോ, ഇത് വല്ലാത്ത പിശുക്ക് തന്നെ. നിന്റെ ഒരു കോമഡി ഓടുന്നു. ഞാൻ കോമഡി പറഞ്ഞല്ല, സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞതാ. പാവം എൻ്റെ ചേട്ടൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് വരാത്തത്. കല്യാണത്തിന് വരുമ്പോഴും പൈസ ഉണ്ടാക്കണ്ടേ പാവം. ഇവള് ശരിക്കും ആ പിശുക്കൻ പരമുന്റെ മോള് തന്നെ. നീ വെള്ളം കുടിച്ചാ? പുറത്ത് വെൽക്കം ഡ്രിങ്ക് വെച്ചിട്ടുണ്ടാവും. എവിടെന്ന് വന്ന് കയറിയപ്പോൾ കുറച്ച് മുത്തശ്ശിമാര് അമ്മാവന്മാരൊക്കെ അവിടെ നിന്ന് വർത്താനം പറയുന്നുണ്ട്. അവിടെ ഒന്നും വെള്ളം വെച്ചേക്കണത് ഞാൻ കണ്ടില്ല. ആ, ചിലപ്പേ അച്ഛൻ കലക്കിയത് വെച്ചിട്ടുണ്ടാവൂല. ചെക്കൻ്റെ വീട്ടുകാരൊക്കെ വരുമ്പോൾ അവർക്ക് കുടിക്കണ്ടേ, അതുകൊണ്ട് മാറ്റി വെച്ചായിരിക്കും. ഇവിടുത്തെ ആൾക്കാരൊക്കെ വന്നും 1ഉം 2ഉം ഗ്ലാസ്സൊക്കെ അങ്ങോട്ട് കമത്തും. ആകെ 70 രൂപ ടാങ്കാണേ. ടാങ്കിൻ്റെ പൊടി ആണ് മേടിച്ച് വെച്ചേക്കണത് കലക്കാനായിട്ട്. അപ്പോൾ അത് തീർന്നാലാന്ന് വിചാരിച്ചായിരിക്കും അച്ഛൻ കലക്കി വെക്കാഞ്ഞത്. എൻ്റെ പൊന്നോ, ഒരു എൻഗേജ്മെന്റ് വിളിച്ചിട്ട് പച്ച വെള്ളം കൊടുക്കാത്ത ആൾക്കാർ എൻഗേജ്മെന്റ് കൊടുക്കാൻ 70 രൂപ ടാങ്കിന്റെ പൊടി. അടിപൊളി. എടി, അവള് വരൂലേ? ആര്? രശ്മി, മറവി രശ്മി. എടി, നീ അവളെ കല്യാണം വിളിച്ചിട്ടുണ്ടാ? വിളിക്കാതിരിക്കണം എങ്ങനെയാടി? അവളുടെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മൾ 3 പേരായിരുന്നില്ലേ ഒന്നിച്ച് കൂട്ടായിട്ട് പോയിരുന്നത് ക്ലാസ്സിലൊക്കെ. പിന്നെ അവളെ വിളിക്കാതിരിക്കാനും പറ്റൂല. ചേട്ടൻ്റെ ഒരു കസിനാണ്, അടുത്തേതോ ബന്ധമാണ്. അവളെന്തായാലും വിളിച്ചാലേ അവൾ വരാൻ സാധ്യത കുറവാണ്. ഡേറ്റ് മറന്നു പോയിട്ടുണ്ടാവും മിക്കവാറും. അതാ ഞാൻ അവളെ വിളിച്ചത്. അവളെന്തായാലും വരാൻ പോണില്ല, അത് ഉറപ്പാ. മോളെ, നീ റെഡിയായാ? ആ, അധികം പൗഡറും സാധനങ്ങളൊന്നും ഇടണ്ട. കല്യാണത്തിന് കൂടി ചേർത്ത് മേടിച്ചാൽ മതി. ഓ, അതിന്റെ പൈസ കേട്ടപ്പ 750 രൂപ. അതിന്റെ വില്ലിങ് തന്നപ്പോഴേക്ക് എന്റെ തല ഇറങ്ങിപ്പോയി. ഇല്ലച്ചാ, ഞാൻ അധികം ഒന്നും ഇട്ടില്ല. കല്യാണത്തിന് ഇടാല ബാക്കി. ശരിയെന്നാ, റെഡി ആയിട്ട് അങ്ങോട്ട് വാ. ഇതേ ഫാൻ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തേക്കണോട്ട് പോരുമാ. ഈ പ്രാവശ്യം കറണ്ട് കാശ് 400 രൂപയാണ് വന്നേക്കണത്, അത് മറക്കണ്ട. ശരി അച്ഛാ.
എന്റെ വീട്ടിൽ 2 മാസം കൂടുമ്പോ വരുന്നത് 2500 രൂപയാണ്. പാവം എന്റെ അച്ഛൻ ഒന്നും പറയണ്ട നടക്കും. എന്റെ തമ്പുരാനെ, ഇത് അൾട്രാ പ്രോ മാക്സ് പിശുക്കത്തരമുള്ള ഫാമിലി തന്നെ. വെറുതെ അല്ലേ ഇവളുടെ വീട് അന്വേഷിച്ചപ്പോ ആ ചേച്ചി അങ്ങനെ പറഞ്ഞത്. ഓ, എവിടെയാണ് ഈ വീട്? പക്ഷെ ലൊക്കേഷൻ അയച്ചൊന്നുമില്ല അവള്. വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ എടുക്കണില്ല. ചേച്ചി, ഈ ശ്രുതി പരമു എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ വീട് എവിടെയെന്നറിയോ? ഇന്നവിടെ വിവാഹ നിശ്ചയം നടക്കുന്നുണ്ട്. അവിടേക്ക് പോവാനാ. എടി വനജെ, അതേതാ കല്യാണ നിശ്ചയം നടക്കുന്ന വീട്? ശ്രുതി പരമോ? അതാരാ? ചേച്ചി, അത് ആ പിശുക്കൻ പരമുവിന്റെ മോളായിരിക്കും. അതിനെ വീട്ടിൽ വിളിക്കണ എന്തോ ഒരു ആരിക്കുട്ടീന്ന് അങ്ങനെ എന്തോണ്. ശരിക്കും പേര് എനിക്ക് അറിഞ്ഞൂടാ. ആ, അത് തന്നെ, രാരിക്കുട്ടിന്നാണ് അവള് വീട്ടിൽ വിളിക്കണത്. ആ, അപ്പൊ ആ പിശുക്കൻ പരമുവിന്റെ മോള് തന്നെ. അവിടെ കല്യാണത്തിനും മരണത്തിനൊന്നും ആരും പോവൂല. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പച്ച വെള്ളം അവർ തരൂല. പോണവരൊക്കെ ഒരു പൊതിയും കെട്ടിയായിരിക്കും പോണത്, ഉച്ചക്കലത്തേക്കുള്ള ചോറും കൊണ്ടേ. അത്രക്ക് പിശുക്കന്മാരാണ്. കല്യാണ നിശ്ചയത്തിനൊക്കെ ആരെങ്കിലും പിശുക്ക് കാണിക്കോ? സദ്യ എന്തായാലും ഉണ്ടാവും. ആ, ഉണ്ടാവും ഉണ്ടാവും. അങ്ങോട്ട് ചെന്ന് കയറിക്കോളൂ, ഒരു സാധനം ഉണ്ടാവൂല. അയ്യോ, ഞാൻ ഇന്നലെ വൈകുന്നേരം പോയതാടി. ഒരു കസേര പോലും എടുത്തിട്ടില്ല. പോയി അവിടെ ചെന്ന് കുറച്ച് നേരം ഇരുന്ന് ഞങ്ങൾക്ക് ചോർന്ന് കിടക്കണം എന്ന് പറഞ്ഞ അയാള്. ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്നു. എന്താ ആവശ്യം ഇരിക്കുന്നു പോണ്ടത്? മോള് പേടിക്കണ്ട, അവിടെ എന്തെങ്കിലും കാണും കഴിക്കാൻ. ഇതാ കാണുന്ന വീട്. മോളങ്ങോട്ട് കയറിച്ചല്ലേ. ശരി എന്നാ. ഞാൻ ചുമ്മാന്നും പറഞ്ഞല്ല. ഒന്ന് തലയിറങ്ങി വീണാലേ, തലയിറങ്ങി വീണാ ഇതിന് വെള്ളം മൂത്ത് തളിച്ചെനീപ്പിക്കാത്തവരാണ്. അത്ര വെള്ളം പോവില്ലെന്ന് ഓർത്തേ. ഓ, എന്നാ ചെല്ല്. ഇപ്പൊ ഞാനെന്ത് പറയാ. എടി, എന്ത് പറ്റി? വന്നപ്പോ തുടങ്ങി ഭയങ്കര ആലോചനയാണല്ല. ഞാൻ കൂടി കല്യാണം കഴിഞ്ഞ് പോയാ നീ ഒറ്റക്കാവൂന്ന് ആലോചിച്ചിട്ടാണാ? ആ, അതെ അതെ. നീ പേടിക്കണ്ടീ, ഞാനിവിടെ തന്നെ ഉണ്ടാവും. ചേട്ടനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റൂല, എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അങ്ങോട്ട് കൊണ്ടുപോകണേന്നാ ചേട്ടൻ പറഞ്ഞേ. അതുകൊണ്ട് എന്തായാലും ഞാൻ നാട്ടിൽ തന്നെ ഉണ്ടാവും. എടി, ഇതാണോ ബാത്റൂം? ഞാൻ യൂസ് ചെയ്തോട്ടെ? അതിനെന്താണ്, നീ ചെല്ലണ. അച്ഛനെ ഇന്നലെ ടാങ്കിൽ വെള്ളം നിറച്ചടിച്ചിട്ടുണ്ട്. എടി മോളെ, നീ ഇതുവരെയായിട്ട് യാത്രയായില്ലേ? ആ, കഴിഞ്ഞമ്മേ. അവരെത്തിയാ? ഇല്ലടി, അവരിതുവരെ എത്തിയിട്ടില്ല. അച്ഛനെ വിളിച്ചു ചോദിക്കണ്ടായിരുന്നു വഴിയേ. എന്തോ വഴി തെറ്റിപ്പോയി തോന്നണ്. അപ്പൊ കുറച്ചു നേരം കഴിയുമ്പേക്കും വരുമായിരിക്കും. നീ അമ്മായിനെ കണ്ടാ? അല്ലെങ്കിൽ അമ്മായി ഇങ്ങോട്ട് വരിക വല്ലതും ചെയ്താ? ഇല്ലല്ലോ, അമ്മായി ഇങ്ങോട്ടൊന്നും വന്നില്ല. എന്നാ പിന്നെ ഒരു പണി, നീ അങ്ങോട്ട് ചെന്ന് അമ്മായിയോട് മിണ്ട്. നീ മുത്തശ്ശിയോട് പറയുന്നുണ്ടായിരുന്നു നിന്നെ കണ്ടില്ല, നീ അങ്ങോട്ട് ചെന്നില്ല എന്നൊക്കെ. പുള്ളിക്കാരി ഇങ്ങോട്ടൊന്നും വരില്ല, നീ അങ്ങോട്ട് ചെന്ന് മിണ്ട്. നിന്റെ കല്യാണത്തിന് ആകെ സ്വർണം തരാനേ അവരേ ഉണ്ടാവുള്ളൂ, നിന്റെ അമ്മായി. അപ്പൊ അങ്ങോട്ട് ചെന്ന് മിണ്ട് കേട്ടാ. ദേ, സമയം കളയാണ്ട് അങ്ങോട്ട് വാ. ആ, അയ്യോ, ബാത്റൂമിലെ ലൈറ്റ് ഓൺ ആക്കിയിട്ട് പോയേക്കണ വധൂരി. ഓ, ലൈറ്റ് വിധാനിച്ചിട്ട് പോയേക്കണ അവിടെ. ബാത്റൂം അടക്കൂല. അയ്യോ, കരണ്ട് പോയല്ല. കറണ്ട് ആഴ്ച വരുമ്പോ എന്നെയാണ് കൊല്ലണത്. അയ്യോ, തുറക്കാൻ പറ്റണില്ല. ശ്രുതി, ശ്രുതി, വാതിലും തുറക്കോ. പുറത്തുനിന്ന് അടച്ചാരോ? അയ്യോ, ആരോ പുറത്തുനിന്ന് അടച്ചിട്ടുണ്ടോയില്ല. ആരെങ്കിലും ഉണ്ടോ അവിടെ? ശ്രുതി, ആരെങ്കിലും ഒന്ന് വാതിൽ തുറക്കോ. ഞാൻ ഇതിന്റെ ഉള്ളിലുണ്ട്. ശ്രുതി, ശ്രുതി. ആരൊക്കെയൊക്കെ പുറത്തുനിന്ന് വർത്താനം പറയണ്ടല്ല. കേക്കണില്ലേ വിളിക്കുന്നത്? കൂട്ടുകാരുടെ എൻഗേജ്മെന്റ് കൂടാൻ വന്നിട്ട് അത് കക്കൂസെ കൂടേണ്ട അവസ്ഥയല്ല. ആരെങ്കിലും